നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. സേ 2025 ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഒക്ടോബറായി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ 4 മാസം നിങ്ങൾ മൊത്തത്തിൽ ഒരു 100 ദിവസം കൂട്ടി. 100 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ദിവസങ്ങൾ, പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നത് നമുക്കറിയാം. ഒരു 99% കുട്ടികളും പ്രാക്ടിക്കലിൽ പോയി ചെയ്യാത്ത കുട്ടികൾക്ക് മാത്രം ചിലപ്പോൾ പ്രാക്ടിക്കലിന് ഫെയിലേക്ക് കാണും. ബാക്കിയുള്ളവരെല്ലാം പ്രാക്ടിക്കൽസ്, സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ പ്രാക്ടിക്കലിന് ഓക്കെ ആയിരിക്കും, ജയിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കൽ ഒന്നും ചെയ്യേണ്ട, അന്നേരം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ തിയറി പേപ്പറുകൾ പഠിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പം കറക്റ്റ് സമയമാണ്. ഇപ്പം നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങിയാൽ ഗംഭീരമായിട്ട് എഴുതിയെടുക്കാം. 2025 മാർച്ചിലാണ് പരീക്ഷ, അല്ലേ? പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും ഒരുപാട് കുട്ടികളുടെ സംശയം, സാറേ പ്ലസ് 1-ൻ്റെ പരീക്ഷ എന്നാണ്, ഒക്ടോബറിലുണ്ടോ? വളരെ തെറ്റായ ഇൻഫർമേഷനാണ്. ഒക്ടോബറിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ പൂർണ്ണമായിട്ടും മാറ്റി അത് ഈ കൊല്ലം മുതൽ മാർച്ചിലാണ്. പിന്നെ പ്ലസ് 1-ലെ പരീക്ഷ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് എഴുതാം, ഏത്? മാർച്ചിൽ. എന്നാൽ പ്ലസ് 2-ൻ്റെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോയ സബ്ജക്റ്റുകളെല്ലാം എഴുതാം, അതും മാർച്ചിൽ തന്നെ. ഡേറ്റുകൾ ഒരേ ഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1-2 ദിവസം ഇടപെട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ. പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർച്ചിലാണ് നിങ്ങളുടെ പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും പരീക്ഷ സേ. അതാണ് ഒരു കാര്യം. ഇനി പല കുട്ടികളുടെയും രണ്ടാമത്തെ സംശയം, എന്നാണ് സാറേ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്? നിങ്ങളുടെ റെഗുലറായിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികൾ എഴുതുന്ന ഒരു ഡേറ്റ് വരും. അത് സ്വാഭാവികമായിട്ടും ജനുവരി ഒരു 3rd വീക്ക് 2nd വീക്ക് ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് കൊടുത്തു തുടങ്ങും. അന്നേരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ജനുവരി ഒക്കെ ആകുമ്പോഴത്തേന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുമെന്ന് പറഞ്ഞാൽ ജനുവരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ചിൽ അപ്ലൈ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പല കുട്ടികളും കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്, അയ്യോ സാറേ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല, പരീക്ഷ എഴുതാൻ പറ്റുമോ? അതെങ്ങനെ? രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അന്നേരം രജിസ്റ്റർ ചെയ്തിട്ട് മാർച്ചിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു അരമണിക്കൂർ വീതം നിങ്ങൾ പഠിച്ചാൽ, അത് ഏത് വയ്ക്കോട്ടെ, സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സബ്ജക്റ്റ്, മൊത്തം സബ്ജക്റ്റ് പോയിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ എഴുതിയെടുക്കാം. നിങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ ഭാവിയെ ബാധിക്കും. എഴുതിയെടുക്കും. ഇപ്പം ഇതിനകത്ത് വേറെ കോഴ്സ് പോളിടെക്നിക്ക് പഠിക്കുന്നവരുണ്ടായിരിക്കും, ITI പോയതുകൊണ്ട് വേറെ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും. നിങ്ങൾക്കിപ്പം എൻ്റെ ഓൺലൈൻ ഗ്രൂപ്പിലാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇരുന്ന് ക്ലാസ് കാണും. കാരണം അത് റെക്കോർഡ് ക്ലാസ്സാണ്, റിവിഷൻ ക്ലാസ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റി 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. അത് നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് മെനക്കെടേണ്ട, ഈസി ആയിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യും. അല്ല, നിങ്ങൾക്ക് പുത്തൻ ഓൺലൈൻ ബാച്ചസ് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2025 മാർച്ചിൽ പരീക്ഷ എഴുതി അത് മെയിൽ റിസൾട്ട് വരുമ്പം നിങ്ങൾ 100% ജയിച്ചിരിക്കും. 100% ഉറപ്പ്. ഒരു പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പറയുന്നത്. കാരണം അത്രമാത്രം നമുക്ക് ഉറപ്പുണ്ട്. കാരണം അത്രമാത്രം രീതിയിലാണ് നമ്മളതിനെ എല്ലാം പെർഫെക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അന്നേരം ചേരേണ്ടവർക്ക് ചേരാം. അന്നേരം കരുതലോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്കത് ഗുണകരമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ സേയെക്കുറിച്ചുള്ള വീഡിയോസ് വരും. നെവർ എവർ ഗിവ് അപ്പ്.